നമ്മൾ അവലോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുള്ള ശർക്കര പാവ് കാച്ചിക്കൊണ്ടിരിക്കുക. ഇത് ഒരു നൂൽ പരുവമാണ്, അപ്പോഴാണ് ഇത് റെഡിയാവുന്നത്. മീൻവൈൽ നമുക്ക് അവലോസ് പൊടി റെഡിയായി നോക്കാം. സോ ഗൈസ്, അവലോസ് പൊടി റെഡിയായിട്ടുണ്ട്. ഇത് രാവിലെ ഉണ്ടാക്കിയ അവലോസ് പൊടിയാണ്. ഇതിലെന്തൊക്കെയാണ് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ തരിയുള്ള അരി, അതായത് പുട്ടുപൊടി പോലത്തെ അത് പിന്നെ തേങ്ങ, പിന്നെ ഉപ്പ്, ജീരകം, എള്ള്, അതെല്ലാം കൂടെ ഈ ഒരു കളറാകുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ എടുത്തിരിക്കുന്ന അവലോസ് പൊടിയാണ് ഇത്. ഒരു